ഹലോ ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു പോണ്ടിച്ചേരി ട്രിപ്പ് ഐറ്റിനറിയാണ്. അപ്പോൾ നിങ്ങൾ കൊച്ചിയിൽ നിന്നൊക്കെയാണ് പോണ്ടിച്ചേരിയിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ മസ്റ്റായിട്ടും തഞ്ചാവൂർ ഇൻക്ലൂഡ് ചെയ്യണം. ചെറിയൊരു ഡിഫറൻസ് മാത്രമേ വരത്തുള്ളൂ ഡിസ്റ്റൻസിൽ. അപ്പോൾ ഈ ഒരു ടെമ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിളാണ്, നല്ല ബ്യൂട്ടിഫുള്ളുമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ മസ്റ്റായിട്ട് രാവിലെ തന്നെ കാണാൻ പ്ലാൻ ചെയ്യുക. വൈകുന്നേരമാണെങ്കിൽ ഇതാണ് അവസ്ഥ. പിന്നെ തഞ്ചാവൂർ വിസിറ്റ് ചെയ്യുമ്പം ആ ഫേമസ് ഡാൻസിങ് ഡോളും കൂടെ വാങ്ങാൻ നിങ്ങൾ മറക്കരുത്. ഇവിടെ നിന്ന് ഞങ്ങൾ രാത്രിയാണ് പോണ്ടിച്ചേരി എത്തിയത്. അതിനുശേഷം ഞങ്ങൾ രാവിലെയാണ് പോണ്ടിച്ചേരി എക്സ്പ്ലോർ ചെയ്യാൻ പോയത്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തൊരു ബീച്ചാണ്. ഈ ഒരു ബീച്ചിൻ്റെ പേര് വരുന്നത് പ്രൊമനേഡ് ബീച്ചാണ്. നമ്മൾ ഗോവയിലെ ബീച്ചസ് കമ്പയർ ചെയ്യുമ്പം ഇതിൽ അത്ര വൈബൊന്നുമില്ല, ജസ്റ്റ് നമുക്ക് പീസ്ഫുൾ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബീച്ചാണ്. പക്ഷേ ഗോവയിലെ ബീച്ചസ് ആണെങ്കിൽ നമുക്ക് കുറേ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉണ്ട്, നല്ല വൈബ് കഫേസ് ഉണ്ട്, സ്വിം ചെയ്യാനൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ബീച്ചും കുഴപ്പമില്ല, നമ്മൾ മൂവീസിലൊക്കെ കാണുന്ന ഗാന്ധി സ്റ്റാറ്റ്യൂസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ പ്രൊമനേഡ് ബീച്ചിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസിൽ ഒരു ബ്യൂട്ടിഫുൾ ചർച്ച് ലൊക്കേറ്റഡ് ഉണ്ട്. ആ ലേഡി ഓഫ് ഏഞ്ചൽസ് ചർച്ച് എന്നാണ് ഈ ഒരു ചർച്ചിൻ്റെ പേര് വരുന്നത്. ഫ്രഞ്ചുകാരാണ് ഈ ചർച്ച് ബിൽഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചർച്ചിന് ഫ്രഞ്ച് ആർക്കിടെക്ചർ അല്ലെങ്കിൽ യൂറോപ്യൻ ആർക്കിടെക്ചർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഗോവയിലെ ചർച്ചസ് വെച്ച് നോക്കുമ്പോൾ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് പോലെ നമുക്ക് തോന്നത്തേയില്ല. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. ആർക്ക് വേണമെങ്കിലും കയറാം, ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം, അല്ലെങ്കിൽ ജസ്റ്റ് ചർച്ചിൻ്റെ ബ്യൂട്ടിയും ആസ്വദിക്കാൻ പറ്റും. പക്ഷെ നമ്മളിപ്പം ഗോവയിലെ ചർച്ചസ് ആണ് നോക്കുന്നതെങ്കിൽ ഭയങ്കര ഹ്യൂജായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കുറേ ഏരിയ വൈസ് ആണെങ്കിലും ഭയങ്കര ഡിഫറെൻ്റ് ആണ് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നല്ല റഷും ആയിരിക്കും, കാരണം അത് എൻറ്റയർലി ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു ചർച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ അൾത്താരയും അതുപോലെ തന്നെ സ്റ്റാച്യൂസ് എല്ലാം ഫ്രാൻസിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അത് ഫ്രാൻസിൽ നിന്ന് ഉണ്ടാക്കിയതാണ്, ഇവിടെ ഉണ്ടാക്കിയതല്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകതയുണ്ട് ഈ ഒരു ചർച്ചിന്. അപ്പോൾ നെക്സ്റ്റ് ഞങ്ങൾ കഫേയാണ് വിസിറ്റ് ചെയ്യാൻ പോയത്. പോണ്ടിച്ചേരി വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ ഇതുപോലത്തെ കഫേസ് വിസിറ്റ് ചെയ്യണം. കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷേ നല്ല ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഡിന്നർ കഴിക്കാനോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനോ ഇതുപോലത്തെ കഫേസിൽ പോകാം. ഒട്ടും റഷ് ഇല്ലാത്ത കഫേസ് ആട്ടോ. നമുക്ക് എസ്തെറ്റിക് ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ റിലാക്സ് ചെയ്ത് നമ്മുടെ ഫുഡ് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഞങ്ങൾ കഴിച്ചത് ഒത്തൻറ്റിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ ഫ്രഞ്ച് ടോസ്റ്റ് നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതുപോലത്തെ കഫേസിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ഫ്രഞ്ച് ടോസ്റ്റ് മസ്റ്റായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം. നെക്സ്റ്റ് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തത് ഫ്രഞ്ച് ടൗൺ ആണ്. ഫ്രഞ്ച് ടൗൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ് ടൗൺ തന്നെയാണ്. നമ്മളിപ്പോൾ ഈ കഫേയിൽ എക്സ്പ്ലോർ ചെയ്ത സെയിം സ്ഥലം തന്നെയാണ് കേട്ടോ. ജസ്റ്റ് നടന്ന് കാണാനുള്ളതേ ഉള്ളൂ. പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. നമുക്ക് കുറച്ച് എസ്തെറ്റിക് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ ഫോട്ടോ എടുക്കുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് അങ്ങനെ വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അതിനുശേഷം ഞങ്ങൾ ആരോവില്ലയിലേക്കാണ് പോയത്. അപ്പോൾ ആരോവില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്തുനിന്ന് കുറച്ചും കൂടി റഷ് തോന്നിയത് ആരോവില്ലയിലാണ്. ഇവിടെ പാർക്കിംഗ് ഫീ ഉണ്ട്, 50 രൂപയാട്ടോ. അപ്പോൾ ഏകദേശം 1.5 കിലോമീറ്റേഴ്സ് നമുക്ക് നടക്കാനുണ്ട്. പിന്നെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേഞ്ച് ഇല്ല. അപ്പോൾ ഗൂഗിൾ പേ വഴിയാണ് നിങ്ങൾ പാർക്കിംഗ് ഫീ പേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവർക്ക് വൈഫൈ ഉണ്ട്. പിന്നെ ആരോവില്ലയിലേക്ക് നമുക്കങ്ങനെ ഫീസൊന്നുമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പം നമുക്കിങ്ങനെ നടന്ന് വരുമ്പം ചെറിയൊരു ബിൽഡിംഗ് കാണാം. അപ്പോൾ ഈ ഒരു സ്ഥലത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു മ്യൂസിയം പോലെയാണ്. ഈ ആരോവില്ലേൻ്റെ ഫൗണ്ടറിനെ കുറിച്ചും എങ്ങനെയാണ് ഇത് ഉണ്ടായതും ഇതിൻ്റെ വിഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇവർ കുറേ റിന്യൂവബിൾ എനർജി, നേച്ചറുമായിട്ട് ഇണങ്ങി ജീവിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. പിന്നെ വേൾഡിലെ തന്നെ 50 കൺട്രീസ് എന്നുള്ള ആൾക്കാർ ഇറസ്പെക്റ്റീവ് ഓഫ് റിലീജിയൻ, അങ്ങനെ റിലീജിയൻ ഒന്നും ബേസ് ചെയ്യാതെ ഒരു ഡിഫറൻസും ഇല്ലാതെ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. അപ്പം മാതൃ മന്ദിരമാണ് നമ്മൾ നെക്സ്റ്റ് കാണാൻ പോവുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പം നമുക്ക് അത്യാവശ്യം നടക്കാനുണ്ട്. പിന്നെ ഉച്ച സമയത്തൊക്കെ ആകുമ്പം കുറച്ച് ചൂടുമുണ്ട്, അപ്പം കുറച്ച് എക്സോസ്റ്റിംഗ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാതൃ മന്ദിറിൽ നമുക്ക് സ്റ്റേ ചെയ്യണമെങ്കിൽ അതിന് പ്രത്യേകം വേറെ തന്നെ റൂൾസ് ഒക്കെ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് അപ്ലൈ ഒക്കെ ചെയ്യണം. അതിന് എന്തൊക്കെയോ റൂൾസ് ഒക്കെ ഉണ്ട്. അതായത് നമ്മൾ ഒറ്റയ്ക്ക് തന്നെ അപ്ലൈ ചെയ്യണം, അങ്ങനെ കുറേയൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയത്തില്ല.
പക്ഷേ ഈ ഒരു മോഡലൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് അതിൻ്റെ ലേഔട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്കൊരിക്കലും അങ്ങനെ സാധാ ഈ ഒരു വിസിറ്റിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പം അതൊക്കെ കാണാൻ പറ്റും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനോടെയായിരുന്നു പോയത്. പക്ഷെ അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷനോടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഡിസപ്പോയിൻറ്റിങ് ആയിരിക്കും. പിന്നെ ഇവിടെ തന്നെ പല വർക്ക്ഷോപ്സും അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഞങ്ങൾ അതൊന്നും എക്സ്പ്ലോർ ചെയ്തില്ല. പിന്നെ സുവനേഴ്സൊക്കെ വാങ്ങാം. പിന്നെ ഇവിടെ ഇവർ പ്രത്യേകം എഴുതിയിട്ടുണ്ട് ഈ ഒരു സ്ഥലത്ത് ബാർഗെയിനിങ് അലൗഡ് അല്ല എന്ന്. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് റെസ്റ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം. കാരണം എന്തായാലും ചൂടുള്ള സമയത്താണ് പോകുന്നെങ്കിൽ മടുത്തു പോകും. വലിയ കാടൊന്നും അല്ലെങ്കിലും എന്നാലും നമുക്ക് കുറച്ച് എക്സോസ്റ്റഡ് ആകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ പല ടൈപ്പ് ബിൽഡിങ്സ് ഒക്കെ കാണാം. ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ട് അവിടെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഒരു ലേക്കിൻ്റെ കൺസ്ട്രക്ഷനാണ് നടക്കുന്നത്. അപ്പം നമ്മൾ ഫൈനലി എത്തിയിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ സൂം ചെയ്താണ് നിങ്ങൾ കാണിക്കുന്നത്. ഇത്ര അകലെ നിന്നാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പം അതിൻ്റെ ഉള്ളിൽ നടക്കുന്നൊന്നും കാണാൻ പറ്റില്ല. പിന്നെ ഈ ഒരു മാത്രി മന്ദിരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ യാരോവലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൊണേഷൻസിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡൊണേറ്റ് ചെയ്യാം. അപ്പോൾ 50,000 ഒക്കെയാണ് അവിടെ എഴുതിയതായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് യാരോവലിനെ കുറിച്ചും മാത്രി മന്ദിരത്തിനെ കുറിച്ചും കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പോണ്ടിച്ചേരിയിൽ ഞങ്ങളുടെ അവസാനത്തെ സ്പോട്ട് മാംഗ്രൂവ് ഫോറസ്റ്റ് ബോട്ടിംഗ് ആണ്. പെർ പേഴ്സൺ 500 റുപ്പീസ് ആണ് വരുന്നത്. അഡൽട്സിനാണെങ്കിൽ, ചിൽഡ്രൻ ആണെങ്കിൽ 250 റുപ്പീസ് ആണ്. കുഴപ്പമില്ലാത്ത എക്സ്പീരിയൻസ് ആണ്. ഈ ഒരു പ്രൈസിന് വേർത്താണെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ലാന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ സ്പീഡ് ബോട്ടൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് ഒറ്റയ്ക്കും അത് ഡ്രൈവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞങ്ങൾ ഗ്രൂപ്പായിട്ടുള്ളതാണ് ചൂസ് ചെയ്തത്. അപ്പോൾ അതിൽ പെർ ബോട്ടിൽ 12 ആൾക്കാരെയാണ് അവർ കയറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് ലൈഫ് ജാക്കറ്റൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഈ ഏരിയാസ് കുറേയൊക്കെ പൊല്യൂട്ടഡ് ആയിരുന്നു. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പ്ലാസ്റ്റിക് വലിച്ചു വാരി കിടക്കുന്നുണ്ടാകുന്നതും എനിക്കിഷ്ടമല്ല. അങ്ങനെ മെയിൻറ്റെയിൻഡ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ വെള്ളത്തിലാണെങ്കിലും സ്പീഡ് ബോട്ടൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ നല്ലപോലെ ഡീസലോ പെട്രോളൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കാണാം. പിന്നെ ആകെയുള്ളൊരു എക്സ്പീരിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാംഗ്രൂവ് ഫോറസ്റ്റിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അത് കുറച്ച് പീസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ നമുക്ക് ഹാർബറും അതുപോലെ തന്നെ ഓഷനായിട്ട് മീറ്റ് ചെയ്യുന്ന സ്ഥലമൊക്കെ കാണാൻ പറ്റും. ആ ഒരു ഏരിയ എത്തിയപ്പോൾ എനിക്ക് നല്ല പേടിയായി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേവ്സ് കുറച്ച് റഫായിരുന്നു. ഞങ്ങൾ പോകുന്നതിന് മുന്നത്തെ ബോട്ടിൽ കുറച്ചും കൂടി റഫായിട്ടുള്ള വേവ്സ് ആയിരുന്നു. കാരണം തിരിച്ചു വന്നപ്പം ബോട്ട് നിറച്ച് വെള്ളമായിരുന്നു. ഞങ്ങൾ പോയപ്പോൾ അത്രയും ഉണ്ടായില്ല. കാരണം എന്ന് വെച്ചാൽ റഫ് ആവുന്ന സമയത്ത് ഈ ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒലയും. അതുകൊണ്ട് തന്നെ ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തില്ല. ഇതോടെ ഞങ്ങളുടെ ട്രിപ്പ് കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.